ശുഭ്മാൻ ഗില്ല് ഇന്ത്യയുടെ ഭാവി പ്രിൻസ്. പക്ഷെ താരത്തിന്റെ കയ്യിലിരിപ്പ് അത്ര നല്ലതല്ല. ഓരോ മത്സരം എതിർ ടീമുകളെ തോൽപ്പിച്ച് കഴിയുമ്പോൾ എന്താ പറയാ, അവരെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു പോസ്റ്റ് ഇടലുണ്ട്. ചെന്നൈക്കെതിരെ തോൽപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു വിസിലടിക്കുന്ന പോസ്റ്റ്, കൊൽക്കത്തേനെ തോൽപ്പിച്ച് കഴിഞ്ഞിട്ട് അവർക്കെതിരെ ഒരു പോസ്റ്റ്, മുംബൈനെ തോൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവർക്കെതിരെ ഒരു പോസ്റ്റ്. എല്ലാവരും ആരൊക്കെ ഗുജറാത്ത് തോൽപ്പിക്കുന്നുണ്ട് അവർക്കെതിരെ കളിയാക്കിക്കൊണ്ട് തരം താഴ്ന്ന ഒരു പോസ്റ്റ് എന്ന പരിപാടി ഗില്ലിനുണ്ടായിരുന്നു. അതിനെ കുറ്റപ്പെടുത്തല്ല, അത് ഗില്ലിന്റെ ഓരോരുത്തർ ഇഷ്ടമാണ്. പക്ഷെ അത് മറ്റു ഫാൻസിന് എത്രത്തോളം വേദന ഉണ്ടാക്കും എന്നുള്ളത് ഗില്ലിനെ അറിയാം. കാരണം ഗുജറാത്ത് ഇങ്ങനെ ജയിച്ചു പോയിക്കൊണ്ടിരുന്നിരുന്നു. പക്ഷെ ഇതെല്ലാം ബാംഗ്ലൂരിനെ തോൽപ്പിച്ചപ്പോഴും ഗില്ലിട്ടിരുന്നു അതുപോലെ ഒരു പോസ്റ്റ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ സാക്ഷാൽ വിരാട് കോഹ്ലി മനസ്സിൽ വെച്ചിരുന്നു. ഇന്നലെ ഏതൊക്കെ സമയം കിട്ടിയോ ഗില്ലിനെ ഇങ്ങനെ എന്താ പറയാ, നമുക്ക് സ്ലെഡ്ജ് ചെയ്യാൻ കിട്ടിയ അവസരം ഒക്കെ കോഹ്ലി മുതലാക്കിയിട്ടുണ്ട്. ഗുജറാത്ത് ടീം അവിടെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിലുണ്ട്, അതിന്റെ ആ സമയത്ത് കോഹ്ലി വന്ന് പാമ്പിന്റെ സ്ലെഡ്ജ് ചെയ്യാ ശുഭ്മാൻ ഗില്ലിനെ ചുമ്മാ. അതിനുശേഷം ശുഭ്മാൻ ഗില്ലിന്റെ വിക്കറ്റ് കുറ്റി തെറിപ്പിച്ചു. ഒരു രക്ഷയില്ലാത്ത ഡെലിവറി ആയിരുന്നു ബോൾ. കുറ്റി തെറിച്ച് പോയി ഭുവനേശ്വർ കുമാറിന്റെ ബോൾ. 6ാം തവണയാണ് ഭുവനേശ്വറിന്റെ മുന്നിൽ ശുഭ്മാൻ ഗില്ല് കീഴടങ്ങുന്നത്. ആ കുറ്റി തെറിച്ച് പോയപ്പോ വീണ്ടും വിരാട് കോഹ്ലി സെലിബ്രേഷനായിട്ട് എത്തി. ആ കിട്ടിയപ്പോ ആ ഒരു സാറ്റിസ്ഫിക്കേഷൻ ലെവൽ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ആ തോൽപ്പിച്ച ടീമുകളെയൊക്കെ കളിയാക്കിയപ്പോ അവരെ ഫാൻസ് അനുഭവിച്ച ആ ഒരു സാറ്റിസ്ഫിക്കേഷൻ ലെവല് തിരിച്ച് കോഹ്ലി ഗില്ലിന് കൊടുത്തപ്പോ ഏതൊരു ആരാധന കാത്തിരുന്ന ഒരു സംഭവമാണ്. പിന്നെ കുറച്ച് അഹങ്കാരം കൂടുതലായിരുന്നു. ഏതാണ്ട് പുള്ളിയുടെ ബലത്തിലാണ് ഗുജറാത്തിനെ അങ്ങോട്ട് കപ്പടിപ്പിക്കാൻ കൊണ്ടുപോകണേ എന്നൊക്കെ പറഞ്ഞു. പുള്ളിയുടെ ടീമിൽ നല്ല എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സ് ഉണ്ട്, അതാണ് മെയിൻ കാര്യം. പിന്നെ പരിക്ക് ആ ടീമിനെ അലറ്റൊന്നുമില്ല. മറ്റു പല ടീമുകളെയും ഈ സീസണിൽ അലറ്റിയത് മെയിൻ പരിക്കുകളാണ്. ഗുജറാത്തിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമില്ല, എല്ലാ താരങ്ങളും ഫിറ്റാണ്. അത് ടോപ്പ് ബാറ്റ്സ്മാൻമാരും എക്സ്പീരിയൻസ്ഡ് ബാറ്റ്സ്മാൻമാരായ ബട്ട്ലർ, ഹോൾഡർ, ഇത്ര വലിയ ഓൾറൗണ്ടർ, എന്താ പറയണ്ട, റാഷിദ് ഖാന്റെ പോലെ ഒരു സ്പിൻ ഇതിഹാസം, IPL ഏറ്റവും മികച്ച സ്പിന്നർ, പിന്നെ ഫാസ്റ്റ് ബോളേഴ്സിൽ ഇപ്പത്തെ ഏറ്റവും ടോപ്പ് ബോളറായ കാസിഗോ റബാഡ, പിന്നെ മുഹമ്മദ് സിറാജ്. ഇനി ഇതിൽ കൂടുതലൊക്കെ ഏത് ലൈനപ്പാട് ആയിരിക്കാണ് വേണ്ടത്? എന്നിട്ട് ഈ മാതിരി കളിയാക്കൽ കിട്ടുമ്പോഴാണ് മറ്റു ഫാൻസിന് എത്ര ദേഷ്യം വേണം. എന്തായാലും അതിനുള്ളത് തിരിച്ചെല്ലാം കോഹ്ലി കൊടുത്തിട്ടുണ്ട്. ഈ കാര്യത്തിൽ എല്ലാവരും കോഹ്ലിയുടെ കൂടെയാണ്. 100% കോഹ്ലി സപ്പോർട്ട് എല്ലാ ഫാൻസിന്റെ ഭാഗത്തും.